എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ബിറ്റ്കോയിൻ്റെ ലോങ് ടേം ബുൾ മാർക്കറ്റ് സപ്പോർട്ട് ആയിട്ടുള്ള 50 വീക്ക് മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് താഴോട്ട് വരികയും ഏകദേശം $80,000 അടുത്ത് വരെ പോവുകയും ഇപ്പോൾ നിലവിൽ $86,000 അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബിറ്റ്കോയിൻ്റെ 50 വീക്ക് മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ഈ ഒരു $103,000 ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ശക്തമായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനിയും ഒരുപാട് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അത് കാരണം കൊണ്ട് തന്നെ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കാര്യങ്ങളെല്ലാം ലിക്വിഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ഏകദേശം കഴിഞ്ഞ മാസത്തിൻ്റെ ബിഗിനിങ് മുതൽക്കേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു മാസം ഈ ഒരു 50 വീക്ക് മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വളരെ ശക്തമായിട്ടാണ് താഴോട്ട് വരികയും ഏകദേശം $80,000 വരെ പോവുകയുണ്ടായി അല്ലേ. സോ ഇപ്പോൾ ഒരുപാട് ആളുകൾ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിലുള്ള ഇപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ്. ഒരു എക്സ്ട്രീം ഫിയറിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $85,000 ആദ്യമായിട്ട് എത്തുന്നത്. അന്ന് ഒരു എക്സ്ട്രീം ഗ്രീഡായിരുന്നു മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. ഒരു എക്സ്ട്രീം ഫിയർ സെൻറ്റിമെൻറ്റിലാണ് മാർക്കറ്റ് ഉള്ളത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതേപോലെ തന്നെ കഴിഞ്ഞ ബെയർ മാർക്കറ്റിൽ FTX കൊളാപ്സ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള അതായത് ബിറ്റ്കോയിൻ $69,000 നിന്നും ഈ $20,000 പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്ട്രീം ഫിയർ സെൻറ്റിമെൻറ്റിനേക്കാളും കൂടുതൽ ഫിയർ സെൻറ്റിമെൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കാരണം കൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ മെസ്സേജ് അയക്കുന്നതും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ആസ്ക് മീ എനിത്തിങ് സ്റ്റോറി ഇട്ട സമയത്ത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരുപാട് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ, ഇപ്പോൾ വിൽക്കുന്നതാണോ നല്ലത്, അതോ ഇനി ഏതുവരെ പോകാനുള്ള സാധ്യതയുണ്ട്, എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ താഴോട്ട് പോകുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ ആളുകളും ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് ആദ്യമായിട്ട് പറയാനുള്ള ഒന്നാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നിരന്തരം എല്ലാ വീഡിയോസിലും പറയുന്ന അതേ അഡ്വൈസ് തന്നെയാണ്. സ്റ്റഡി ബിറ്റ്കോയിൻ ബൈ ബിറ്റ്കോയിൻ. ബിറ്റ്കോയിനെ കുറിച്ച് എന്നും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ബിറ്റ്കോയിൻ ഹിസ്റ്റോറിക്കലുള്ള കാര്യങ്ങൾ, ടെക്നിക്കലുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ എപ്പോഴൊക്കെ താഴോട്ട് വരുന്നോ അപ്പോഴൊക്കെ അഗ്രസീവായിട്ട് വാങ്ങിക്കുന്ന ആളുകൾ മാത്രമാണ് ലോങ് ടേമിൽ ബിറ്റ്കോയിനിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടോ ഗോൾഡോ എന്താണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നെഗറ്റീവ് ആവുന്ന ഒരു എന്താ പറയുക താഴോട്ട് വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവേണ്ടത്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ആവറേജ് പ്രൈസ് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഞാൻ റീസെൻ്റ്ലി ആൾട്ട് കോയിൻസിലും മീം കോയിൻസിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്യാഷ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു കറക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ $86,000 $85,000 $84,000 $89,000 എല്ലാ ഓർഡറിലും ഓരോ $1,000 ബിറ്റ്കോയിൻ കുറയുമ്പോഴും ഞാൻ കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഓപ്പൺ ഓർഡേഴ്സ് ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ഏകദേശം $75,000 വരെ ഓപ്പൺ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാനുള്ളത്. കാരണം ഈവൻ ഇഫ് നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എത്രത്തോളം ബിറ്റ്കോയിനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയുടെ പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ള സമയത്ത്, അതായത് $69,000 ഉള്ള സമയത്ത് നിങ്ങൾ ഒരു SIP മന്ത്ലി SIP ബിറ്റ്കോയിനിൽ തുടങ്ങി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 205% ആയിട്ടുണ്ടാവും. അതായത് 48 മന്ത്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 205%, അതായത് 4 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 32.2% ആയിരിക്കും. ഇതേ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഏതെങ്കിലും ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും S&Pയിലോ ഡൗ ജോൺസിലോ നാസ്ഡാക്കിലോ ഈവൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ മേ ബി പകുതിയിൽ റിട്ടേൺ വരെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. സോ അത്രമാത്രം വലിയൊരു റിട്ടേൺ ആണ് ബിറ്റ്കോയിനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2023 ബിഗിനിങ്ങിൽ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അന്ന് ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് $23,000 ആണ്. അന്ന് മുതൽക്ക് നിങ്ങളൊരു മന്ത്ലി SIP ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ 160% ആയിട്ടുണ്ടാവും. സ്റ്റിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ മേജർ അസറ്റ് ക്ലാസ്സിനെയും വളരെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്ക് ഈ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അത് ഏകദേശം 6 ഇരട്ടിക്ക്
മുകളിൽ ആയിട്ടുണ്ടാവും. സോ പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് വാറൻ ബഫറ്റ് പറയുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും ഗ്രീഡി ആയിട്ട് അഗ്രസീവായിട്ട് കൂടുതൽ വാങ്ങേണ്ടതും മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് ഉണ്ടാകുമ്പോഴാണ്. അതായത് കൂടുതൽ ആളുകളും പേടിച്ച് എല്ലാം വിറ്റ് ഒഴിവായി പോകുന്ന ഒരു അൾട്ടിമേറ്റ് ഫിയർഫുൾ സെന്റിമെന്റ് ഉള്ള സമയത്താണ് നമ്മൾ കൂടുതൽ ഗ്രീഡി ആയിട്ട് വാങ്ങിക്കേണ്ടത്. കാരണം എന്താണ്, ആ ഒരു സമയത്താണ് എല്ലാം നമുക്ക് വില കുറഞ്ഞുള്ള ഒരു അവസ്ഥയിൽ വാങ്ങിക്കാൻ സാധിക്കുക. നമ്മളെപ്പോഴും ഒരു ഷോപ്പിങ്ങിന് പോകുന്നത് എപ്പോഴാണ്? കൂടുതൽ ഡിസ്കൗണ്ട് കാണുമ്പോഴാണ് അല്ലേ? അപ്പോൾ അതേ ഒരു മെൻറ്റാലിറ്റി നമ്മൾ എവിടെയും കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ടതും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതും സെല്ല് ചെയ്യേണ്ടതും മെജോറിറ്റി ആളുകൾ ഗ്രീഡി ആയിട്ട് അഗ്രസീവായിട്ട് വാങ്ങിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ സെല്ല് ചെയ്യാൻ റെഡി ആവേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴും വളരെ അഗ്രസീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മേഖലയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെജോറിറ്റി ആളുകളും ബിറ്റ്കോയിനിൽ ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളും സെൻറ്റിമെൻറ്റ് ഡ്രിവൺ ആണ്. ഒരു ഫണ്ടമെൻ്റലോ ടെക്നിക്കലോ ആയിട്ടുള്ള കാര്യങ്ങൾ ബിറ്റ്കോയിനെ കുറിച്ച് അറിയാത്തത് കാരണം കൊണ്ടാണ്. അപ്പോൾ ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമായിട്ട് ടെക്നിക്കലി ഫണ്ടമെൻ്റലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വെബ്സൈറ്റിൽ ഏകദേശം 5-6 മണിക്കൂറിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ നിലവിൽ 50% ഓഫറിൽ വെറും $50 നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നത്? ഓക്കെ, സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് താഴോട്ട് പോകുന്നുണ്ട് അല്ലേ? സോ മെജോറിറ്റി ആളുകളും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനിയും കൂടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. $1.5 ലക്ഷം $2 ലക്ഷം ഒക്കെ ആവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഒക്ടോബർ മാസം മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ഇതിൻ്റെ എന്തൊക്കെ റീസൺ ആണ് ഈ ഒരു സെൽ ഓഫിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന മാസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, എത്രമാത്രം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അതോ ഇനി മുകളിലോട്ട് പോകാനാണോ സാധ്യത, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ താഴോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ബിറ്റ്കോയിൻ മേഖലയിൽ അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ മേഖലയിലും ബിറ്റ്കോയിൻ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകും, 4ാമത്തെ വർഷം വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വരും. അതേപോലെ തന്നെ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഹാൽവിങ് വർഷത്തിലെ Q4ലാണ് ബിറ്റ്കോയിൻ നോർമലി അതിൻ്റെ ഒരു സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒരു ബെയർ മാർക്കറ്റിലോട്ടാണ് ഇതുവരെ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. സോ അതേ ഒരു പാറ്റേൺ പ്രകാരം നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റ് പോലെ അതേപോലെ ഈ ഒരു ബുൾ മാർക്കറ്റും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 28 സെപ്റ്റംബർ മുതൽക്ക് 20th ഒക്ടോബർ വരെയാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്താനുള്ള സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതേ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,26,000 എത്തുകയും അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാൻ തുടങ്ങിയതും. സോ നമ്മളൊരു ബെയർ കേസ് സിനാരിയോ ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് $1.5 ലക്ഷം ആയിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് $1,26,000 ആണ്. അപ്പോൾ ഒന്നാമത്തെ റീസൺ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മെജോറിറ്റി ആളുകളും അതായത് ക്രിപ്റ്റോ മേഖലയിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു 4 ഇയർ ഹാൽവിങ് സൈക്കിൾ ട്രാക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒക്ടോബർ മാസം ആയിരുന്നു ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്താനുള്ള ഒരു ടൈം ഫ്രെയിം. അപ്പോൾ അത് എത്തിയത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇനി അടുത്തൊരു 1 ഇയർ ഒരു ബെയർ മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കുറേ ലോങ് ടേം വാലറ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ ഈ ഒരു സൈക്കിൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു 4 ഇയർ സൈക്കിൾ പ്ലാൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമൊക്കെ ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്നുണ്ട് കഴിഞ്ഞൊരു 1 മന്ത് 1.5 മന്ത് ആയിട്ട്. ഇപ്പോൾ പല റിപ്പോർട്ടുകളും പറയുന്നത് ഏകദേശം 4 ലക്ഷം ബിറ്റ്കോയിന് മുകളിലും അത്രയും ബിറ്റ്കോയിൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസും വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 1-2 മാസമായിട്ട് ജപ്പാൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ 10 ഇയർ ബോണ്ട് ഈൽഡും
30 ഇയർ ബോണ്ട് ഈൽഡൊക്കെ വളരെ വലിയ രീതിയിൽ കൂടുന്ന ഒരു സിനാരിയോ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ആവുന്നു എന്നുള്ളൊരു ക്രൈസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതേപോലെ വളരെ വലിയ രീതിയിൽ താഴോട്ട് വന്നത്. അപ്പോൾ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ കുറവുള്ള സമയത്ത് അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റുകളും ബാങ്കുകളും എല്ലാം അവിടെ നിന്ന് കടം വാങ്ങിയിട്ട് ഗ്ലോബൽ മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ജപ്പാൻ മാർക്കറ്റിൽ വീണ്ടും ഈൽഡ് കൂടാൻ തുടങ്ങിയപ്പോൾ, ഇൻട്രസ്റ്റ് റേറ്റും ഈൽഡ് കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് എല്ലാം അവർ വിറ്റൊഴിവാക്കിയിട്ട് വീണ്ടും ജപ്പാനിലോട്ട് തന്നെ ആ ക്യാഷൊക്കെ പോകുന്നു എന്നുള്ളൊരു സിനാരിയോ, ആ ഒരു ക്രൈസിസ് വീണ്ടും പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടും അതിൻ്റെ ഒരു പേടി കാരണം കൊണ്ടും ഗ്ലോബൽ മാർക്കറ്റ് കുറച്ച് ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതിൻ്റെ ഒരു ഏർലി സിഗ്നൽ ആയിട്ടാണ് ബിറ്റ്കോയിൻ സെൽ ഓഫ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളും ഒരുപാട് മാക്രോ അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജപ്പാനിൽ ഇത്തരത്തിലുള്ളൊരു ക്രൈസിസ്, ഒരു കറൻസി ക്രൈസിസും ഡെറ്റ് ക്രൈസിസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് തന്നെ US ഫെഡറൽ റിസർവ് അടുത്ത FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതും ഇപ്പോൾ നിലവിൽ വലിയൊരു അൺസർട്ടനിറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ബിഗിനിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് ഡിസംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള ഒരു പ്രോബബിലിറ്റി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 90% ഡിസംബറിൽ എന്തായാലും 0.25% കുറയ്ക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2-3 ദിവസം മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30% ചാൻസ് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 0.25% റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 70%ൻ്റെ മുകളിലായി. അപ്പോൾ ഈവൻ ഇത്തരത്തിലുള്ള ഒരുപാട് അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയിട്ടാണ് ഇതിൻ്റെ മുന്നേയൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഈ ഒരു സമയത്ത് US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. ഒരുപാട് എക്കണോമിക്കൽ ഡാറ്റ കാര്യങ്ങളൊക്കെ ഡിലേഡ് ആണ് എന്ന് മാത്രമല്ല പല എക്കണോമിക് ഡാറ്റ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ കൂട്ടുമോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കി വെക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഏർലി സ്റ്റേജിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ആവുന്നു എന്നുള്ള കാര്യം കൂടി ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് US സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബബിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒരുപാട് ന്യൂസിലൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇപ്പം കഴിഞ്ഞ 2022 എൻഡോട് കൂടിയിട്ട് US സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വലിയ രീതിയിലുള്ളൊരു ബുൾ റണ്ണിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് AI റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ AI കമ്പനീസ് എല്ലാം ഓവർ വാല്യൂഡ് ആണ്. US സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ക്രാഷ് ആവും എന്നുള്ള ഒരുപാട് ന്യൂസ് കാര്യങ്ങൾ ഒരുപാട് അനലിസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ക്രാഷ് ആവും എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലും ആണ് ഇപ്പം നിലവിൽ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ കൂടെ ബിറ്റ്കോയിനും ക്രാഷ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭാവിയിൽ ക്രാഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോടിയായിട്ട് ബിറ്റ്കോയിൻ ക്രാഷ് ആയതാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാനുള്ള ചില കാരണങ്ങൾ. ഇനി അടുത്തതായിട്ട് എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്രമാത്രം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു പ്രൈസ് പ്രഡിക്ഷൻ ആയിട്ട് ആരും എടുക്കരുത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൈസ് ടാർഗറ്റ് കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് എത്തുന്നത് വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. എൻ്റെ ഒരേ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ടേയിരിക്കുക. ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് വീണ്ടും അഗ്രസീവായി വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഡ്വൈസ്. അല്ലാതെ ബിറ്റ്കോയിൻ $10,000 എത്തും, $20,000 എത്തും, അപ്പോൾ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടുകൂടി ഒരിക്കലും ഇരിക്കാതിരിക്കുക. മേ ബി ആ ഒരു പ്രൈസ് പോയിൻ്റ് എത്തിയില്ല, മേ ബി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് തന്നെ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഈ ഒരു ഡൗൺ സൈഡ് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ മിസ്സാവുകയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസമോ എല്ലാ വീക്കിലിയോ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ,
സോ എന്തായാലും ഞാൻ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 സിനാരിയോസ് ആണ്. ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ബെയർ കേസ് സിനാരിയോ ആയിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. നമ്മളെപ്പോഴും കൂടുതൽ പോസിറ്റീവ് ആകുന്നതിനേക്കാളും കൂടുതൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സിനാരിയോ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി അടുത്ത കുറച്ച് മാസങ്ങൾ ഏത് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ഹാൽവിങ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഡേറ്റ പ്രകാരം അടുത്ത 1 ഇയർ ഏത് ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഒന്നാമത്തെ ഹാൽവിങ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013 $1163 സൈക്കിൾ ടോപ്പിലോട്ട് എത്തുന്നത് അല്ലേ. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് 87% ആണ് ക്രാഷ് ആയിട്ടുള്ളത്. 2016 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം $20,000 നിന്നും 3122, അതായത് 84% ആണ് ബിറ്റ്കോയിൻ ക്രാഷ് ആയത്. മൂന്നാമത്തെ ഹാൽവിങ് $69,000 നിന്നും $15,479 ക്രാഷ് ആയത്, 78%. സോ ഈ ഒരു ബുൾ മാർക്കറ്റിലെ സൈക്കിൾ ടോപ്പ് $126,272 ആണ് സൈക്കിൾ ടോപ്പ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ അടുത്തൊരു 1 ഇയറിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 66% ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 66%, അതായത് $43,000 അടുത്ത് വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു ഒപ്പീനിയനേ അല്ല, ഇതൊരിക്കലും നിങ്ങൾ നടക്കും എന്ന് 100% എന്താ പറയുക പറയാനും സാധിക്കില്ല. കാരണം ഇത് ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ലോങ് ടേം ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിറ്റ്കോയിൻ്റെ ലോങ് ടേം സപ്പോർട്ടായിട്ടുള്ള 50 വീക്ക് മൂവിങ് ആവറേജ് എപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ ലോങ് ടേം ഇപ്പോൾ 200 വീക്ക്ലി മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ 2022 ആണ് എന്നുണ്ടെങ്കിലും 2019, 2017 അതിൻ്റെ മുന്നേ ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും എപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 50 വീക്ക് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ 200 വീക്ക്ലി മൂവിങ് ആവറേജും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ 200 വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് $55,560 ആണ്. അപ്പോൾ ഒരു ബെയർ കേസ് സിനാരിയോ, ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇതൊരിക്കലും എത്തും എന്ന് ഞാൻ പറയുന്നില്ല. ഇൻഫാക്റ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ബിറ്റ്കോയിൻ ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തി, ഈ ഒരു ഹാൽവിങ് സൈക്കിൾ പ്രകാരമുള്ളൊരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തി എന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഇയർ സൈക്കിൾ ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലേ. അതായത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം, അതായത് ഹാൽവിങ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഹാൽവിങ് വർഷം വളരെ ബുള്ളിഷാണ്. ഇപ്പോൾ 2012 ഹാൽവിങ് നടക്കുന്നു, 2013 വളരെ ബുള്ളിഷാണ്, 2014 ബെയർ മാർക്കറ്റ് അല്ലേ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഹാൽവിങ് സൈക്കിളിൽ 2016 ഹാൽവിങ് നടക്കുന്നു, 2017 വളരെ ബുള്ളിഷാണ്, 2018 ബെയർ മാർക്കറ്റ് ഉള്ളത്. അതേപോലെ തന്നെ 2020 ഹാൽവിങ് നടക്കുന്നു, 2021 ബുള്ളിഷാണ്, 2022 ബെയർ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആക്ച്വലി 2025 ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഇയർ ആയിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഇയർലി ക്യാൻഡിൽ ആക്ച്വലി നെഗറ്റീവാണ്, റെഡാണ് എന്നുള്ളതാണ്. സോ ഓൾറെഡി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഇയർ സൈക്കിൾ ഓൾറെഡി ബ്രേക്കായി എന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് മാത്രമല്ല 2025 ഓൾറെഡി റെഡ് ആയത് കാരണം കൊണ്ട് തന്നെ 2026 ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വർഷം ആവാനുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 എന്നുള്ള ഈ ഒരു വർഷം മാത്രമാണ് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സും കൂടുകയും ബിറ്റ്കോയിൻ താഴോട്ട് വന്നിട്ട് ഉള്ള ഒരു സിനാരിയോ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഒക്ടോബർ മാസം 2025 ഒക്ടോബറിൽ ബിറ്റ്കോയിൻ ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തി എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഒരു 4 ഇയർ സൈക്കിൾ കറക്റ്റായി എന്ന് പറയാൻ സാധിക്കില്ല. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു 4 ഇയർ സൈക്കിൾ ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതേപോലെ തന്നെ എത്രത്തോളം ആളുകൾ ഈ ഒരു 4 ഇയർ സൈക്കിൾ ബിലീവ് ചെയ്യുന്നോ അത് നടക്കും എന്ന് പറയുമ്പോൾ അത് നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അല്ലേ. അത് മെജോറിറ്റി ആളുകളും ഈ ഒരു 4 ഇയർ സൈക്കിൾ പ്രകാരം അടുത്തൊരു 1 ഇയർ ബെയർ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അല്ലേ.
അത് ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആളുകളും ഈ ഒരു ബുൾ മാർക്കറ്റിൽ 1,50,000 $2,00,000 എത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ ആക്ച്വലി തെറ്റുകയാണ് ചെയ്തത്. $1,26,000 വരെയാണ് ബിറ്റ്കോയിൻ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതേ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ടീറ്റിൽ ഇപ്പോൾ ബിറ്റ്വൈസിൻ്റെ സിഇഒ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾ ഈ ഒരു 4 ഇയർ സൈക്കിൾ തിയറി വിശ്വസിക്കുമ്പോൾ അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതലുള്ളത്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു 2025 ഒരു നെഗറ്റീവ് ഇയറായി മാറി എന്നുള്ളതാണ് പറയുന്നത്. അത് കൂടുതൽ ആളുകളും ഈ ഒരു അടുത്തൊരു വർഷം ബെയർ മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് ഈ ഒരു ഒക്ടോബർ കഴിഞ്ഞതും വളരെ അഗ്രസീവായിട്ട് സെല്ല് ചെയ്തത് കാരണം കൊണ്ട് തന്നെ ഒക്ടോബർ ഒരു റെഡ് ഇയർ, ആക്ച്വലി ഒരു ബെയർ മാർക്കറ്റ് ആവുകയും, അതായത് 2026 പകരം 2025 ആക്ച്വലി ഒരു ബെയർ മാർക്കറ്റ് ആവുകയും അതോട് കൂടിയിട്ട് തന്നെ ഈ ഒരു 4 ഇയർ സൈക്കിൾ ബ്രേക്ക് ആവുകയും 2026 ഒരു ഓപ്പൺ ഇയറായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പുള്ളി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 2025 ഇപ്പോൾ കൂടുതൽ ആളുകളും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി 2026 ആളുകൾ സെല്ല് ചെയ്യാൻ ആളുകൾ റെഡി ആവില്ല. പകരം മാർക്കറ്റ് ഓൾറെഡി ഒരു ബോട്ടം ലെവലിലോട്ട് എത്തുകയും പിന്നെ വീണ്ടും ഒരു പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തായാലും ഇതാണ് ഒന്നാമത്തെ സിനാരിയോ. ഈ ഒരു സിനാരിയോ നടക്കാനുള്ള പ്രോബബിലിറ്റി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 10-20% മാത്രമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇതൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഒരു ബേസ് കേസ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് ലെവൽ വരെ പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെയർ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാനുള്ള ഒരു ബേസ് കേസ് ടാർഗറ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സോ പൊതുവെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് മാക്രോ അനലിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഏകദേശം ഇതേ ഒരു സെയിം വ്യൂ തന്നെയാണ് ഉള്ളത്. ഇൻഫാക്റ്റ് 2-3 മാസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലും ഇതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനി വരുന്ന വർഷങ്ങളിൽ ബിറ്റ്കോയിൻ്റെ ബെയർ മാർക്കറ്റ് കഴിഞ്ഞ ബെയർ മാർക്കറ്റുകളെ പോലെ, അതായത് 70-80% താഴോട്ട് വരികയും ഒരു 1 ഇയറൊക്കെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ബെയർ മാർക്കറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 2024 ശേഷം ബിറ്റ്കോയിൻ കൂടുതലും ഒരു ട്രഡീഷണൽ ഫൈനാൻഷ്യൽ മേഖലയൊക്കെയായിട്ട് ഫുള്ളി കണക്റ്റഡ് ആണ്. ഇപ്പോൾ ETF കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിറ്റ്കോയിനിൽ ആക്റ്റീവാണ്, സോവറൈൻ അഡോപ്ഷൻസ് കൂടുതലാണ്, ഗവൺമെൻറ് കാര്യങ്ങൾ ബിറ്റ്കോയിനെ കൂടുതൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ കൂടുതലും ഒരു മാക്രോ ലെവലിൽ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്ക്, എസ്പെഷ്യലി 2024 ജനുവരി മുതൽക്ക് ബിറ്റ്കോയിൻ ETF വന്നതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനാണ് അല്ല. അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബൂം ആൻഡ് ബസ്റ്റ് സൈക്കിൾ വളരെ കുറവാണ്. അത് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോവുക, അതിനുശേഷം വളരെ വലിയ രീതിയിൽ ക്രാഷ് ആവുക, വീണ്ടും മുകളിലോട്ട് പോവുക, അങ്ങനെയുള്ളൊരു സിനാരിയോയ്ക്ക് പകരം ബിറ്റ്കോയിൻ്റെ പ്രൈസ് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അല്ല. അതായത് ഒരു 5-6 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയും പിന്നെ ഒരു 3-4 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് താഴോട്ട് വരികയും ഒരു 30-32% താഴോട്ട് വരികയും വീണ്ടും അതേപോലെ മുകളിലോട്ട് പോവുകയും വീണ്ടും താഴോട്ട് വരിക, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു 30-36% ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബോട്ടം ലെവലായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനി അതേപോലെ തന്നെ ഇനി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു $75,000 വരെയൊക്കെ പോയാലും അതിശയിക്കാനൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു $75,000 വരെയൊക്കെ പോയതിന് ശേഷം മേ ബി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ലോങ് ബെയർ മാർക്കറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മുകളിലോട്ട് ഉള്ളൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അതായത് ഒരുപാട് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലോട്ട് പോയതിന് ശേഷം ഒരു യുഫോറിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ എത്തിയതിന് ശേഷമാണ് ബിറ്റ്കോയിൻ ഒരു ബെയർ മാർക്കറ്റിലോട്ട് കടന്നിട്ടുള്ളത്.
അപ്പോൾ ഒരു ബ്ലോ ഓഫ് ടോപ്പ് എത്തിയത് കാരണം കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റിലോട്ടും കഴിഞ്ഞ 3 ബെയർ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു യുഫോറിക് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ചാർട്ടെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പവർ ലോ ചാർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഇപ്പോഴും ഈ ഒരു സൈക്കിളിൽ ഏത് പ്രൈസ് പോയിന്റിലും ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു യുഫോറിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റിലോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബെയർ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ ബിറ്റ്കോയിൻ ഏകദേശം ഒരു 75% താഴോട്ട് വന്നപ്പോഴാണ് ഒരു എക്സ്ട്രീം ഫിയർ സെൻറ്റിമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ബിറ്റ്കോയിൻ ഒരു ഓവർ സോൾഡ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. പക്ഷേ ബിറ്റ്കോയിൻ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ ഒരു $1,26,000 നിന്നും ഓൾമോസ്റ്റ് ഒരു $80,000 വരെ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് മൊത്തത്തിൽ ഒരു എക്സ്ട്രീം ഫിയർ സെൻറ്റിമെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്നും ഇനിയും ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ സെല്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കൂടുതൽ ആളുകളും ബിറ്റ്കോയിൻ വാങ്ങാനുള്ളൊരു പ്രോബബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഈ ഒരു സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് കൂടുതൽ ഞാൻ കാണുന്നത്. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ മുതൽക്കേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ഒരു ഗോൾഡ് ETF വന്നതിന് ശേഷം എത്രമാത്രം വലിയ ഒരു ലോങ് ഒരു മൾട്ടി ഇയർ ബുൾ മാർക്കറ്റാണ് ഉണ്ടായത് എന്നുള്ളത്. ഇപ്പോൾ 2004 അമേരിക്കയിൽ ഗോൾഡിൻ്റെ സ്പോട്ട് ETF വരുന്നത്. അതിനുശേഷം 7 വർഷത്തെ ബുൾ മാർക്കറ്റാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഏകദേശം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോൾ 2024 ബിറ്റ്കോയിൻ സ്പോട്ട് ETF അമേരിക്കയിൽ വന്നതിന് ശേഷം ഇതേ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് 170% ആണ് അല്ലേ, ബിറ്റ്കോയിൻ ETF വന്നതിന് ശേഷം. ഇതേ ഒരു ടൈം ഫ്രെയിം 1.5 വർഷത്തെ ടൈം ഫ്രെയിം നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $444 നിന്ന് $730 ഗോൾഡിൻ്റെ പ്രൈസ് 64% ആണ് 1.5 വർഷം കൊണ്ട് കൂടിയിട്ടുള്ളത്. ഇനി അതേ ഒരു ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ഒന്നും കൂടി സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസും ഇതേപോലെ ഏകദേശം ഒരു 1.5 വർഷം മുകളിലോട്ട് പോയതിന് ശേഷം ഒരു 26% വളരെ വലിയ രീതിയിൽ ഒരു 26% ക്രാഷ് ആയതിന് ശേഷമാണ് ഈ കാണുന്ന ഒരു മൾട്ടി ഇയർ ബുൾ മാർക്കറ്റിലോട്ട് കടന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു കറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഗോൾഡിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള കറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 1.5 മാസം നീണ്ടു നിന്നൊരു കറക്ഷൻ മാത്രമായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയത് നമുക്ക് കാണാൻ സാധിക്കും. സോ അതേപോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2024 ജനുവരിയിൽ ബിറ്റ്കോയിൻ ETF അപ്രൂവ് ചെയ്തതിന് ശേഷം 1.5 വർഷം എടുത്തു ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,20,000 എത്താൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു കറക്ഷൻ്റെ ഇതിലാണ് ഉള്ളത്. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പ്രൈസ് പോയിന്റ് ഇപ്പോൾ ഗോൾഡ് ഒരു 26% താഴോട്ട് വന്ന സ്ഥിതിക്ക് ബിറ്റ്കോയിൻ മേ ബി ഒരു 30-40% താഴോട്ട് വന്നാലും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ഇനിയും മേ ബി ഒരു 5-10% കൂടി താഴോട്ട് പോയിട്ട് വീണ്ടും മുകളിലോട്ട് പോവുകയും ഗോൾഡിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള ഇതേപോലെ ഒരു മൾട്ടി ഇയർ ബുൾ മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസിലും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസ് കേസ് സിനാരിയോ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 3-4 മാസം മുന്നേ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതേപോലെ നടക്കണം എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഏത് സിനാരിയോ വന്നാലും നമ്മൾ അതിന് പ്രിപ്പയർ ആയി ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ള കാര്യം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.